Hi everyone, welcome back. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് CDM മെഷീൻ വഴി എങ്ങനെയാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ്. നമുക്ക് ഇത്തരത്തിൽ CDM മെഷീൻ വഴി ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ടൈം ലിമിറ്റ് ഒന്നുമില്ല. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ബാങ്കിങ് ടൈം അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് വൈകിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എമർജൻസി ഘട്ടത്തിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ CDM മെഷീൻ വഴി സാധിക്കും. നമുക്ക് ഇത്തരത്തിൽ CDM മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഏത് സമയത്തും നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ സ്വന്തം അക്കൗണ്ടിലേക്കും അതുപോലെ തന്നെ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കും ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് CDM മെഷീൻ വഴി ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിപ്പോൾ വന്നുള്ളത് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ CDM മെഷീൻ്റെ മുമ്പിലാണ്. അപ്പോൾ നമ്മുടെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ പ്രസ് കീ D എന്നുള്ളൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെഷീനിലുള്ള D എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്ഷൻസിൽ നോക്കി നമ്മൾ ആ ഒരു D എന്നുള്ള ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടർന്നുള്ള ഓപ്ഷൻസ് ഇതുപോലെ ഓപ്പൺ ആയി വരുന്നതാണ്. കാർഡ്ലെസ് ഡെപ്പോസിറ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഒന്നാമത്തെ കാണാം. അപ്പോൾ നമ്മളിവിടെ ATM കാർഡ് ഇല്ലാണ്ടാണ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഓപ്ഷൻ കാർഡ്ലെസ് ഡെപ്പോസിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഇതുപോലൊരു സ്ക്രീൻ ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. പ്ലീസ് എൻ്റർ യുവർ അക്കൗണ്ട് നമ്പർ എന്നുള്ളത്. ഇവിടെ നമ്മുടെ അക്കൗണ്ട് നമ്പർ നമ്മൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് പ്രത്യേകമായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഏത് ബാങ്കിൻ്റെ CDM മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണോ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ആ ഒരു ബാങ്കിൻ്റെ തന്നെ അക്കൗണ്ടിലേക്ക് മാത്രമേ നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം യെസ് എന്നുള്ളതിന് നേരെയുള്ള ബട്ടണിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പ്ലീസ് റീ എൻ്റർ യുവർ അക്കൗണ്ട് നമ്പർ എന്നുള്ളൊരു വിൻഡോ വന്നിട്ടുണ്ട്. അവിടെ നമ്മുടെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ നമ്മൾ ഒരിക്കൽ കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ അവിടെ നമ്മൾ ഒരിക്കൽ കൂടെ നമ്മൾ ആ ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പർ നമ്മൾ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ബാങ്ക് അക്കൗണ്ട് നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ യെസ് എന്നുള്ളതിന് നേരെയുള്ള ബട്ടണിൽ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. യുവർ ട്രാൻസാക്ഷൻ ഈസ് അണ്ടർ പ്രോസസ്, പ്ലീസ് വെയിറ്റ്. അതിനുശേഷം നമുക്ക് ഇതുപോലൊരു വിൻഡോ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡീറ്റെയിൽസ് കൺഫേം ചെയ്യാനുള്ള പേജാണ്. പ്ലീസ് കൺഫേം ദി ബിലോ. നെയിം എന്നുള്ളതിൽ അക്കൗണ്ട് ഹോൾഡറുടെ നെയിം വന്നിട്ടുണ്ട്. അതുപോലെ അക്കൗണ്ട് നമ്പർ നമുക്ക് കാണാം. അലൗഡ് ലിമിറ്റഡ് ടു ഡെപ്പോസിറ്റ് ഈസ് 2 lakh എന്നുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് കഴിയുന്ന എമൗണ്ട് 2 lakh വരെയാണ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് കറക്റ്റ് ആണെന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം താഴെയുള്ള കൺഫേം എന്നുള്ളതിന് നേരെയുള്ള ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ടുള്ള ഈ ട്രേ നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എത്രയാണ് എമൗണ്ട് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ളത് എന്നുള്ള ആ എമൗണ്ട് നമ്മൾ അതിൽ നിക്ഷേപിക്കുക. അതിനുശേഷം നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ട്രേ ക്ലോസ് ആയി പോകും. അതിനുശേഷം നമ്മുടെ സ്ക്രീനിൽ പ്ലീസ് വെയിറ്റ് വൈൽ യുവർ ക്യാഷ് ഈസ് ബീയിങ് സോർട്ടഡ്. അപ്പോൾ മെഷീൻ ഇവിടെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തുള്ള ആ ഒരു എമൗണ്ട് സോർട്ട് ചെയ്തുകൊണ്ട് അത് കറക്റ്റ് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനുശേഷം ആ ഒരു മെഷീന് കൗണ്ട് ചെയ്യുന്നതിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ആ ഒരു മെഷീന് കൗണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സ്ക്രീന് വരും. ഇവിടെ നമ്മൾ ഡെപ്പോസിറ്റ് കൊടുത്ത ആ ഒരു ഡിനോമിനേഷൻ, അതിൻ്റെ കൗണ്ട്, അതിൻ്റെ ടോട്ടൽ എമൗണ്ട് തുടങ്ങിയവ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു എമൗണ്ട് കറക്റ്റ് ആണെന്ന് വെരിഫൈ ചെയ്യുക. അത് എമൗണ്ട് കറക്റ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം താഴെയുള്ള കൺഫേം എന്നുള്ളതിന് നേരെയുള്ള ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. യുവർ ട്രാൻസാക്ഷൻ ഈസ് അണ്ടർ പ്രോസസ്, പ്ലീസ് വെയിറ്റ്. ഇതിനു വേണ്ടി കുറച്ച് സമയം എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ദിസ് ട്രാൻസാക്ഷൻ ഈസ് കംപ്ലീറ്റഡ് എന്നുള്ള മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ട്. താങ്ക് യു ഫോർ യൂസിങ് ATM. അതിനുശേഷം നമുക്ക് ഇതുപോലെ ആ ഒരു സ്ലിപ്പ് ഇജക്റ്റ് ആയി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു സ്ലിപ്പ് എടുത്ത് നമ്മൾ കയ്യിൽ സൂക്ഷിച്ച് വെക്കുന്നത് നല്ലതാണ്. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ആ ഒരു ക്യാഷ് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകാണ്ട് വരും. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്ലിപ്പുമായിട്ട് നമ്മൾ ബാങ്കിനെ സമീപിക്കാവുന്നതാണ്. CDM മെഷീൻ വഴി ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരം ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.